പരിചയമുട്ടിന് മുന്നേ പരിചയപ്പെടുത്തേണ്ട ചിലരുണ്ട്. വേദിയിൽ പരിചയത്തട്ടിൽ കയറുമ്പോൾ ചെന്ന് പരിചയപ്പെടാതെ എങ്ങനെയാണ്? ഇത് വീഡിയോ കണ്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ. അതെ, ആരത് ഇൻട്രോ എഴുതിയതാരാ? അനഘ ഹർഷൻ. അപ്പൊ അനഘ ഹർഷന്റെ ആ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് വരാം. കലോത്സവ നഗരിയിലാണ്. ഇവിടെ ഇങ്ങനെ മത്സരങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം 14 ജില്ലകളിൽ നിന്നും ഈ തൃശ്ശൂരിൻ്റെ ശക്തൻ്റെ മണ്ണിലേക്ക് ഇങ്ങനെ കലോത്സവം കാണാൻ ആളുകൾ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നെത്തിയ ഒരു അതിഥി കൂടിയുണ്ട്. തൃശ്ശൂരുകാരി തന്നെയാണ്, എല്ലാ കലോത്സവങ്ങളിലും എത്താറുണ്ട് എന്ന് പറയുന്ന ആൾ കൂടിയാണ് പൗളി ടീച്ചർ അല്ലേ? എങ്ങനെയുണ്ട് കലോത്സവം? കണ്ടോ? കണ്ടു. ഞാൻ മോഹിനിയാട്ടം അവിടെ കണ്ടു. വളരെ നല്ലൊരു വേദിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കലോത്സവം കാണുമ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളും അംഗീകരിക്കുന്ന ഒരു വേദിയായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ല ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ കലോത്സവ വേദി. ഇപ്പോൾ ഭിന്നശേഷിക്കാരായാലും നോർമൽ ആളുകൾ ആര് വന്നാലും നമുക്ക് എല്ലാവരുടെയും എത്തിച്ചേരാനായിട്ട് പറ്റുന്നുണ്ട്. അതന്നെ ഒരു നല്ലൊരു സൗകര്യമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ എല്ലാ ജില്ലക്കാരും ഒരുമിച്ച് കൂട്ടുന്നു, പല മതക്കാരെ പല വിശ്വാസമുള്ളവരെല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന. ഈ ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് വേദികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതെ അതെ അതെ, റാമ്പ് ഇട്ടുണ്ട്. അപ്പോൾ എനിക്ക് കയറാൻ പറ്റി. വീൽ ചെയർ എല്ലാവരുടെയും കയറുന്നുണ്ട്, വീൽ ചെയർ കുഴപ്പമില്ല. തൃശ്ശൂരിന് പുറത്തുള്ള കലോത്സവ വേദികളിലൊക്കെ പോകാറുണ്ട്? ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. എനിക്ക് കലോത്സവം കാണാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ട്രാവൽ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ പോകാറുണ്ട്. എല്ലാ ദിവസവും വരുമോ? ഇന്ന് വന്നു, നാളെ സമയമുണ്ടെങ്കിൽ ഞാൻ വരും. ഞാനൊരു ടീച്ചറാണ്. മാത്രമല്ല ഞാൻ വീൽ ചെയർ, ബാസ്കറ്റ് ബോൾ, ശിങ്കാരിമേളം, അങ്ങനെ കുറച്ച് കൊച്ചു കലാകാരി കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടികളുണ്ട് ഈ സാറ്റർഡേയും സൺഡേ ആയിട്ട്. അപ്പോൾ അന്ന് ഉച്ച തൊട്ട് 2 മണി തൊട്ടേ പരിപാടിയാണ്. അപ്പോൾ വരാൻ സാധിക്കുമെന്ന് അറിയില്ല, പറ്റുകയാണെങ്കിൽ വരും. ഈ കോഴിക്കോടും അതുപോലെ കണ്ണൂരും തൃശ്ശൂരും ഒക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ആര് കൊണ്ടുപോകും നമ്മുടെ സ്വർണ്ണ കപ്പ്? അത് പറയാൻ പറ്റില്ല. ഒന്നിനൊന്ന് മെച്ചാണ്. ഏതാണെന്നുള്ളത് ലാസ്റ്റ് പറയാൻ പറ്റുള്ളൂ. എല്ലാം നല്ല പരിപാടികളാണ് കണ്ടെത്തി തോന്നുന്നത്. കുട്ടികളുടെ എല്ലാ പരിപാടികളും ഗംഭീരമാണ് എന്നാണ് പൗളി ടീച്ചർ പറയുന്നത്. എന്തായാലും എല്ലാ അവശതകളും മാറ്റിവെച്ചുകൊണ്ട് കലോത്സവ നഗരിയിലേക്ക് എത്തുകയാണ്. അതൊന്നും ഈ കലോത്സവ നഗരിയിലേക്ക് എത്തുന്നതിന് തടസ്സമല്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ക്യാമറമാൻ സന്തോഷിനൊപ്പം അനഘ ഹർഷൻ, ജനം.